വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസലോകം തന്നെ തുടങ്ങിവെച്ച അന്വേഷണമാണ് ഗുജറാത്തിൽ നിന്നും തിരിച്ചു വരാത്ത കല്ലറ സ്വദേശി മധുസൂദനൻ്റേത്. ഇന്ന് മധുസൂദനന് ഏകദേശം 51 വയസ്സ് പ്രായമുണ്ടാകും. ഗുജറാത്തിൽ ഇപ്പോഴും എവിടെയെങ്കിലും മധുസൂദനൻ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമുള്ളത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നവർ പ്രവാസലോകത്തിലും എത്തിയിരിക്കുന്നത്. ഞാൻ മൂത്തത്, ഇയാളോ ഇളയത്. ഇളയത്. നിങ്ങൾ സിസ്റ്ററാണ്? ഓ, ഇത് അമ്മ. അമ്മ. അതോ? അതെൻ്റെ ചേട്ടൻ. ചേട്ടൻ നിങ്ങളെ മൂത്താളാണോ? അങ്ങനത്തെ ചേട്ടനല്ല, നമ്മളെ രക്ഷിച്ചൊക്കെ എടുത്തായി. അവർ സുഖമില്ലാതെ കിടന്നപ്പോൾ അവരെ വീട്ടിലാണ് കൊണ്ടുപോയാണ് നോക്കിയത്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്? ഓ. നിങ്ങൾ വേറെയാണ് താമസിക്കുന്നത്? അല്ല, ഒത്തു തന്നെ. ഭർത്താവില്ല. ഭർത്താവൊക്കെ വേറെ കല്യാണം കഴിച്ച് പോയി. ഓഹോ ഹോ. നിങ്ങൾ അമ്മയുടെ കൂടെയാണോ? അമ്മയുടെ കൂടെയാണോ? ഓ തന്നെ. മക്കളുണ്ടോ? ഒരു മോനുണ്ട്. അയാളെന്ത് ചെയ്യണ്? ഇപ്പം സുഖമില്ലാതെ കിടക്കുന്നു. വണ്ടി ഇടിച്ച് 2 മാസത്തേക്ക് മുമ്പ്. ഓഹോ ഹോ. വേറൊരു സിസ്റ്റർ കൂടെ ഉണ്ട് അല്ലേ? ഇല്ല, ഞാനും എൻ്റെ സഹോദരന് മാത്രമേ ഉള്ളൂ. ഈ സഹോദരനുള്ളൂ മധുസൂദനൻ? മധുസൂദനൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടെ നിന്ന് 16 വയസ്സ് കഴിഞ്ഞപ്പോൾ പോയതാണ്. ഒരാൾ കൊണ്ടുപോയതാണ്, അടുത്തുള്ള ഒരാൾ. അവരുടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 3 മാസം അവരെ കടയിൽ നിന്നിട്ട് വേറെ കടയിൽ പോകണമെന്ന് പറഞ്ഞ്, ടയർ കമ്പനി പോകണമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഇവൻ നമുക്ക് 2 എഴുത്തിട്ടിരുന്നു, കടയിൽ നിന്ന് മാറുന്നു, അങ്ങ് ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, പൈസയൊന്നും കൊടുത്തില്ലായിരുന്നു. ഈ പൈസയെ സംബന്ധിച്ച് ഇനി എന്തെങ്കിലും ചെയ്താന്ന് അറിഞ്ഞുകൂടാ. അവരുടെയൊക്കെ അവരെ വീട്ടിലൊക്കെ നമ്മൾ ഇറങ്ങി കയറി കൊണ്ടുപോയവരെ, ഞാനും അമ്മയൊക്കെ, അവരൊക്കെ കൈമലത്തി കാണിക്കുന്നു. അവർ പിന്നെ കണ്ടിട്ടില്ലെന്ന്. പോയി 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടിട്ടേ ഇല്ലെന്ന്. പിന്നെ നിങ്ങൾ ഈ സുഹൃത്താകുമ്പോൾ കണ്ടമാനം മലയാളികളുള്ള സ്ഥലമല്ലേ? ഓ തന്നെ. അവരാരും കണ്ടുവരൊന്നും? ആരും കണ്ടുവരില്ല. മുതുകളെ ഉള്ളവരൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. എന്നിട്ട് അവരാരും ഇതുവരെയും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. അയാളെ ഒരു വിവരവും ഇല്ല? ഇല്ല, ഒന്നുമില്ല. 12 വർഷമായിട്ട് വിവരമില്ല, ഒന്നുമില്ല. ഇവരൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരൊക്കെ കൂടുതലും അതാണ് വയ്യാത്തത്. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? അച്ഛൻ ഇല്ല, മരിച്ച്. എൻ്റെ സഹോദരൻ്റെ 10ാമത്തെ വയസ്സിലാണ് മരിച്ചത് അച്ഛൻ. അച്ഛൻ മരിച്ചിട്ടാണ് ഇയാൾ പോയത്? ഓ. ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ? നിങ്ങൾ ഇവരെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? തന്നെ. ഇയാൾ 16 വയസ്സിൽ പോയതാ? ഓ, ഇപ്പം നമ്മളെയൊന്നും ചിലപ്പോൾ അറിഞ്ഞൂടാ. ഞാനും 35 വർഷമായി പോയിട്ട്. 12 വർഷം മുമ്പാണ് നിങ്ങളിവിടെ വന്നത് തന്നെ. അപ്പം തന്നെ 10-20 വർഷം കഴിഞ്ഞിരിക്കണു അയാൾ പോയിട്ട് അല്ലേ? ഓ. ആ. ഇതിന് മുമ്പ് 2 പ്രാവശ്യം നമ്മൾ വന്നെന്ന് തോന്നണം. അപ്പോഴേ അന്നൊക്കെ അറിയിക്കാനൊന്നും നമുക്കങ്ങനെ ആരും സ്വന്തക്കാരൊന്നും ഇല്ല. ഉള്ളതൊക്കെ കൊച്ചു പിള്ളേരൊക്കെയാണ്. ആരും ഇല്ല തിരക്കാനും കാണാനും. നിങ്ങളെന്താ ചെയ്യുന്നത്? വെറുതെ ഇരിക്കുകയാണ്. എന്തായിരുന്നു ജോലി? ഞാൻ ഗൾഫിലായിരുന്നു, ദുബൈയിലായിരുന്നു. ദുബായിലായിരുന്നു. ഒരു ബന്ധുവാണ്? അതെ. 3 മാസത്തിൽ കൂടുതൽ കിടപ്പായിരുന്നു. മെഡിക്കൽ കോളേജിലൊക്കെ വരണമായിരുന്നു. അപ്പം ഇവരെ വീട്ടിലാണ് കൊണ്ടുപോയി നിർത്തിയിരുന്നത്. അവർ എന്നെ നോക്കിയതൊക്കെ. ഇയാളപ്പോൾ എങ്ങനെ കിട്ടും? 10-35 വർഷമായില്ലേ? കിട്ടുന്ന കാര്യമാണ്. ഇപ്പം ഇവിടെ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞങ്ങൾ ക്ഷമിക്കായിട്ടല്ല. അല്ല, നമ്മൾ ക്ഷമിക്കായിട്ടല്ല. അല്ല, നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നല്ല. ഞാൻ ഈ പ്രവാസലോകം ഗൾഫിലായിരുന്നപ്പോൾ സ്ഥലം കണ്ടുകൊണ്ടിരുന്ന ആളുമാണ്. ഒത്തിരി അനുഭവങ്ങൾ കേട്ടിട്ടുമുണ്ട്. പക്ഷേങ്കിൽ ഇത് ഒരു റിസൾട്ട് വരാൻ കാരണം നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് റിസൾട്ട് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് വിഷമം. കാരണം നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു ഇതും ഇല്ലല്ലോ എന്നുള്ളത്. കല്യാണം കഴിച്ചാലും നമുക്ക് പ്രശ്നമില്ല, വന്നാൽ മതി, കണ്ടാൽ മതി. അദ്ദേഹം ഒരു സംശയമാണ്. അദ്ദേഹം സൂരറ്റിൽ പുള്ളിയുടെ സർക്കിളിൽ, ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ പുള്ളി ഒറിജിനൽ പ്ലേസ് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ തിരുവനന്തപുരം ആണെന്നോ അല്ലെങ്കിൽ കൊല്ലം ആണെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. യഥാർത്ഥ പേരും ആയിരിക്കത്തില്ല പറഞ്ഞിരിക്കുന്നത്. അയാൾ ഗുജറാത്തി ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. 16 വയസ്സിൽ പോയതല്ലേ? അയാളൊരു ഗുജറാത്തി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബന്ധം കൂടി ഇതായാലും ഇങ്ങനെ ഒരു സെറ്റപ്പും കൂടിയിട്ട് പിന്നെ ആലോചിക്കണ്ടേ, നോക്കണ്ടേ എന്നൊക്കെയുള്ള ചിലരങ്ങനെ ആലോചിക്കുന്നവരുണ്ട്. ഗുജറാത്തിൽ പോയെങ്കിലും ടയർ കമ്പനി പഠിക്കാനാണ് പോയത്. അന്ന് ജോലിയൊന്നും അറിഞ്ഞൂടാ. എന്നാലും ശമ്പളം കിട്ടുമ്പോൾ നമുക്ക് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അവസാനത്തെ എഴുത്തിൽ. പിന്നെ ഒന്നുമില്ല. മധുസൂദനൻ 51 വയസ്സായി ഇപ്പോൾ അല്ലേ? വീട്ടിൽ 35 വർഷം മുമ്പാണ്
മധുസൂദനൻ നാട് വിടുന്നത്. 35 വർഷം മുമ്പ് പോയ ഒരാളെ വീണ്ടും വീണ്ടും അന്വേഷിക്കാതുള്ള ഒരു നിയോഗമാണ് പ്രവാസ ലോകം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചിലരൊക്കെ നമ്മളോട് ചോദിക്കും, എന്തിനാണോ വീണ്ടും വീണ്ടും ഇവരെ കൊടുന്നിരുത്തി നിങ്ങൾ അവരെ വിഷമിപ്പിക്കണം. ഇത് നിരന്തരമായ ഒരു അന്വേഷണമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിന്നു പോകുന്നതല്ല കാണാതായി പോകുന്ന മനുഷ്യനെക്കുറിച്ചുള്ള അന്വേഷണം. അത് ഈ ബന്ധുക്കളോ മിത്രാദികളോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരലട്ടുന്ന ഏറ്റവും വലിയ ചിന്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെവിടെയാണ് എന്നുള്ളത് തന്നെയാണ്. ആ ചിന്ത ഏറ്റെടുക്കുന്ന ഒരു ഭക്തിയാണ് പ്രവാസ ലോകം എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ അവരെ പോലെ തന്നെ ഞങ്ങളും ഇയാൾ എവിടെയാണ് ആശങ്കപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ ആശങ്കപ്പെടുന്ന മനുഷ്യർക്ക് നിരന്തരമായിട്ടുള്ള അന്വേഷണമല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഞങ്ങളല്ല, ഈ പ്രോഗ്രാമിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഇവിടുത്തെ ദുരിതം പേറുന്ന മനുഷ്യർക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസം ഉണ്ടാക്കുക, റിലീഫ് ഉണ്ടാക്കുക, അവരെ സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കുക എന്നുള്ളൊരു വിഷയമാണ്. ലോകത്തിൽ ഒരു ചാനലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പല ചാനലുകളും തുടങ്ങിയിട്ട് അത് നിർത്തിപ്പോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആഫ്രിക്കയിൽ ഒരു റേഡിയോ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് ജർമ്മൻ, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള ടെലിവിഷൻ പ്രവർത്തകർ വന്ന് ഈ സ്റ്റുഡിയോയിൽ വന്ന് ഞങ്ങളെ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ കാണിക്കുന്ന നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് നിലനിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നൊക്കെ കേരളത്തിലെ ടെലിവിഷൻ രംഗത്തുള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അവരിൽ പലരും നമ്മളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് ഞങ്ങളെപ്പോഴും നോക്കാറുണ്ട് എന്ന്. അത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഞങ്ങളെ കഠിനാധ്വാനത്തിലൂടെ മനുഷ്യന് ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. ഞങ്ങളെ പബ്ലിസിറ്റി കൊണ്ടൊന്നുമല്ല. അപ്പോൾ നമ്മളിതിനൊരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ഈ ചാനലിന് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഈ പ്രോഗ്രാമിന് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അത് ഇത്തരത്തിലുള്ള വർഷങ്ങളായി കാണാതായ മനുഷ്യരെ നിരന്തരമായിട്ട് അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏത് കാലത്തും അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു സംശയം വേണ്ട. അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പല രീതിയിൽ ഞങ്ങളുടെ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യും. അവരെ കണ്ടെത്തുന്നത് വരെ ഞങ്ങൾക്കും വിശ്രമമില്ല, കുടുംബത്തിനും വിശ്രമമില്ല. അപ്പോൾ മധുസൂദനൻ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മധുസൂദനെ കണ്ടെത്തുന്ന ഏതെങ്കിലും മനുഷ്യർ എവിടെയെങ്കിലും ഒരു കോർണറിലുള്ള, നിങ്ങൾ ഗുജറാത്തിലിരുന്നിട്ട് ഏത് സ്ഥലത്തിരുന്നിട്ട് ഈ TV കണ്ടാലും സൂറത്തിൽ ഇങ്ങനെ ഒരു മധുസൂദനുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. ഈ വളരെ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും അന്വേഷിക്കുമെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കുകയാണ്. അമ്മ പറഞ്ഞു, ബന്ധു ഉണ്ട്, സഹോദരിയുണ്ട്, എല്ലാവരും പ്രശ്നത്തിലാണ്. മധുസൂദൻ്റെ ഒരു ഫോൺ വിളി വന്നാൽ തന്നെ കുറേ സമാധാനം ഈ കുടുംബത്തിന് കിട്ടിയാൽ അത് ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കുടുംബമായി ഉണ്ടാവാം, മക്കളായി ഉണ്ടാവാം, ഭാര്യയായി ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. മധുസൂദനൻ, നിങ്ങൾ വരണം, എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ശരി. എൻ്റെ മോൻ എവിടെ ഉണ്ടെങ്കിൽ വരണം എന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.